നമസ്കാരം ആസ്വദിച്ചു തുടങ്ങുന്ന നിമിഷം മുതൽ നിന്റെ ദിനം മാറും, നിന്റെ ഹൃദയം മാറും, നിന്റെ ലൈഫ് തന്നെ മാറി മറിയും. ഹേയ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ പലരും പല കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതൊരു ബാധ്യത ആയിട്ട് അല്ലെങ്കിൽ ഒരു ഡ്യൂട്ടീസ് ആയിട്ടാണ് കാണുന്നത്. അത് നമസ്കാരം അല്ലെങ്കിൽ ഖുർആൻ പാരായണം, നമ്മുടെ മോർണിംഗ് റുട്ടീൻസ്, സ്റ്റഡീസ്, വർക്ക്, ഈവൻ നമ്മുടെ ബേസിക് ഹാബിറ്റ്സ് പോലും അങ്ങനെയാണ് പല ആൾക്കാരും കാണുന്നത് അല്ലെങ്കിൽ ചെയ്യുന്നത്. പക്ഷേ ഒരു ചെറിയ രഹസ്യമുണ്ട്. ഒരു കാര്യം നിങ്ങൾ മനസ്സോടെ ആസ്വദിച്ച് ഇഷ്ടപ്പെട്ട് ചെയ്യാൻ തുടങ്ങുന്ന ആ ഒരു നിമിഷം, അവിടെ തൊട്ട് നിന്റെ ലൈഫിൻ്റെ ഗതി തന്നെ മാറിത്തുടങ്ങും. അല്ലാഹുവേ, ഞാനിതിനെ ഇഷ്ടപ്പെടാൻ എന്നെ സഹായിക്കൂ എന്ന് പറഞ്ഞു തുടങ്ങുന്ന ആ ഒരു ചെറിയ ദുആ പോലും നിന്റെ ആ ഒരു ദിവസത്തെ തന്നെ മാറ്റിമറിക്കും. നമ്മുടെ ലൈഫിലെ പല കാര്യങ്ങളും ചെയ്യുമ്പോൾ നമുക്ക് ക്ഷീണം അല്ലെങ്കിൽ മടി തോന്നാറുണ്ട്. അതിൻ്റെ റീസൺ എന്തൊക്കെയാണെന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഒന്നുകിൽ ചെയ്യണമെന്ന് നമുക്ക് ആത്മാർത്ഥമായി തോന്നാത്തത്, അല്ലെങ്കിൽ പെട്ടെന്ന് തീർക്കണമെന്ന് ഉള്ള ഒരു തോന്നൽ, അല്ലെങ്കിൽ ഇത് ചെയ്യാതെ വേറെ വഴിയില്ല എന്ന മനോഭാവം. ഈ രീതിയിൽ നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നിങ്ങളെ അത് മടിപിടിപ്പിക്കുകയും അല്ലെങ്കിൽ അതൊരു ബാധ്യത പോലെ തോന്നിക്കുകയും ചെയ്യുന്നത്. ഇതുപോലെ നിങ്ങളുടെ ഹാബിറ്റ്സ് അല്ലെങ്കിൽ റുട്ടീൻസ് അല്ലെങ്കിൽ നമസ്കാരം, ഖുർആൻ പാരായണം ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ അവിടെ നിങ്ങളുടെ മനസ്സിൽ യാതൊരു സന്തോഷവും ലഭിക്കില്ല. അതുമാത്രമല്ല, നിങ്ങളുടെ ലൈഫിലുണ്ടാകുന്ന ഗ്രോത്ത് അതവിടെ നിന്നു പോകുന്നു. അതുപോലെ നിങ്ങൾക്ക് മടി, ഇറിറ്റേഷൻ, സ്ട്രെസ് എല്ലാം കൂടുന്നു. ഫോർ എക്സാമ്പിൾ, നമസ്കാരം അത് നമ്മളൊരു കടമയായി അല്ലെങ്കിൽ ഒരു ബാധ്യതയായി തോന്നുമ്പോൾ അതൊരു 3 മിനിറ്റ് മാത്രമുള്ള പ്രവൃത്തിയായിട്ട് നമ്മൾ കണക്കാക്കും. പക്ഷേ ആ ഒരു നമസ്കാരത്തെ ആസ്വദിച്ച് അനുഭവിച്ച് നിങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ മഹത്വം നിങ്ങൾക്ക് മനസ്സിലാകും. നമ്മൾ ആസ്വദിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഇൻട്രസ്റ്റോടെ ചെയ്യുന്ന കാര്യങ്ങൾ, അതിൻ്റെ റിസൾട്ട് അത് എപ്പോഴും ഡീപ്പായിരിക്കും. നമ്മൾ എൻജോയ് ചെയ്യുമ്പോൾ അവിടെ ഫോക്കസ് ഉണ്ടാകും, കൺസിസ്റ്റൻസി ഉണ്ടാകും, അതിലൂടെ സക്സസ് നേടാൻ വേണ്ടി സാധിക്കും. നമ്മൾ ആസ്വദിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് കൂടുതൽ എനർജി നൽകുമെന്നത് സൈക്കോളജിക്കലി പ്രൂവൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. യു ഡോണ്ട് ഗെറ്റ് ടയേർഡ് വെൻ യു എൻജോയ്, യു ഗെറ്റ് ടയേർഡ് വെൻ യു ഫോഴ്സ്. അതെ, നിങ്ങൾ എൻജോയ് ചെയ്തിട്ട് അല്ലെങ്കിൽ ആസ്വദിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരിക്കലും ടയേർഡ്നെസ് തോന്നില്ല. മറിച്ച് അതൊരു ഫോഴ്സ്ഫുള്ളി ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് അതിൽ അലസതയും മടിയും സ്ട്രെസ്സും കൂടുന്നത്. നമസ്കാരം അത് ആസ്വദിക്കാൻ തുടങ്ങിയാൽ എന്ത് മാറ്റമാണ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുക? അതുതന്നെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ പ്രധാന ഭാഗം. നമസ്കാരം എന്നത് നമ്മെ ശുദ്ധീകരിക്കുന്ന ഒരു പ്രോസസ്സിംഗ് ആണ്. നമ്മുടെ ഹൃദയം ശുദ്ധമാക്കാൻ വേണ്ടി നമുക്ക് തന്നിട്ടുള്ള ഒരു അവസരം. ഓരോ നമസ്കാരവും മനസ്സിനെ ശാന്തമാക്കുന്നു, ഹൃദയത്തെ ശുദ്ധമാക്കുന്നു, തളർന്നു പോകുന്ന മനസ്സിന് പുതിയ വഴികൾ തുറന്നു കൊടുക്കുന്നു. പക്ഷേ ഇത് നമ്മൾ അനുഭവിക്കുന്നില്ല, കാരണം ആസ്വദിക്കാൻ നമ്മൾ പഠിച്ചിട്ടില്ല. നമസ്കാരം അത് ആസ്വദിക്കാൻ പറ്റാത്തതിൻ്റെ ഒരുപാട് കാരണങ്ങളുണ്ട്. നമസ്കാരത്തിനിടയിൽ നമ്മുടെ മനസ്സ് അത് പല ചിന്തകളിലേക്കും ഓടുന്നു, ചിന്തകൾ മാറിപ്പോകുന്നു. ശരീരം നമസ്കാരത്തിലുണ്ടെങ്കിലും മനസ്സ് അവിടെ ഉണ്ടാകുന്നില്ല എന്നതാണ് സത്യം. കാരണം അതിൻ്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല, അല്ലെങ്കിൽ വേഗം തീർത്ത് പോകാനുള്ള ഒരു ശീലം, അതുമല്ലെങ്കിൽ നമസ്കാരത്തെ ഒരു പ്രവൃത്തി എന്ന നിലയിൽ മാത്രം കാണുന്ന നമ്മുടെ മനോഭാവം. പലരും ചോദിക്കുന്നതാണ്, ഈ ഒരു ചിന്താഗതി മാറ്റാൻ സാധിക്കുമോ എന്ന്. തീർച്ചയായിട്ടും ഏതൊരാൾക്കും നമസ്കാരത്തിൻ്റെ രുചി അത് കണ്ടെത്താൻ കഴിയും. ചിലപ്പോൾ നമ്മൾ ഓരോരുത്തരും നിത്യം നമസ്കരിക്കുന്നവരായിരിക്കും, പക്ഷേ അവർക്കൊരിക്കലും അതിലൂടെ സമാധാനം കണ്ടെത്താൻ വേണ്ടി സാധിക്കില്ല. അതെന്തുകൊണ്ടാണ്? കാരണം പലരും നമസ്കാരം എന്നത് വളരെ ഫാസ്റ്റായിട്ട് അല്ലെങ്കിൽ ഫോഴ്സ്ഫുള്ളി മനസ്സില്ലാ മനസ്സോടെ ചെയ്യുന്ന ഒരു പ്രവൃത്തിയായിരിക്കും. എന്നാൽ നീ നിന്റെ റബ്ബിനോട് കണ്ടുമുട്ടുന്ന ഒരു നിമിഷമാണെന്ന് ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ നമസ്കരിക്കുകയാണെങ്കിൽ അവിടെ സമാധാനം എന്നത് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് ലഭിക്കും. നമസ്കാരത്തിൻ്റെ മഹത്വം മനസ്സിലാക്കുന്നവർക്ക് നമസ്കരിക്കാത്ത ഒരു ദിവസം പോലും ഉണ്ടാകില്ല, അല്ലെങ്കിൽ ഒരു സജദയിൽ കിട്ടുന്ന സമാധാനം മറ്റൊരിടത്തു നിന്നും ലഭിക്കില്ല എന്നവർ തിരിച്ചറിയും. നമസ്കാരത്തിൻ്റെ രുചി അല്ലെങ്കിൽ മഹത്വം അത് കണ്ടെത്തുന്നവർക്ക് പ്രയാസങ്ങൾ ചെറുതാകും, വിഷമങ്ങൾ കുറയും, സമാധാനം കൈവരും.
അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകുന്ന ഒരു ഡൗട്ടാണ്, എങ്ങനെയാണ് നമസ്കാരം ആസ്വദിച്ച് അല്ലെങ്കിൽ ഇൻട്രസ്റ്റോടെ ചെയ്യാൻ വേണ്ടി തുടങ്ങുക, അല്ലെങ്കിൽ അതിനു വേണ്ടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നത്. നിങ്ങൾ നമസ്കാരം അത് ഫാസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമല്ല എന്നത് ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കുക. നിങ്ങൾ നമസ്കാരം സ്ലോ ആക്കുക. വേഗത്തിൽ ചെയ്യുന്ന നമസ്കാരം ചിലപ്പോൾ നിങ്ങൾക്കൊരു ശീലമാകാം, പക്ഷേ അതിലൊരിക്കലും ആസ്വാദനം അല്ലെങ്കിൽ ആത്മാർത്ഥത ഉണ്ടാവുകയില്ല. നമസ്കാരം അത് സ്ലോ ആകുമ്പോൾ അവിടെ നിങ്ങളുടെ മനസ്സ് ഉണ്ടാകും, നിങ്ങളുടെ ചിന്തകൾ കുറയും. ഓരോ ആയത്തിൻ്റെയും അല്ലെങ്കിൽ ഓരോ ദുആഇൻ്റെയും അർത്ഥം അത് നിങ്ങളുടെ ഹൃദയത്തിൽ പതിയും. അതിലൂടെ സമാധാനം നിങ്ങളുടെ മനസ്സിലേക്ക് ഇറങ്ങും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുമ്പോൾ ഓരോ വാക്കും സ്ലോലി റിസൈറ്റ് ചെയ്യുക. ഓരോ വാചകത്തോടും പ്രതികരിക്കുന്നത് പോലെ നിങ്ങളുടെ ഹൃദയം തയ്യാറാക്കുക. അതുപോലെ നമസ്കാരത്തിന് മുമ്പുള്ള 30 സെക്കൻഡ്, നമസ്കാരം ആരംഭിക്കുന്നതിന് മുമ്പ് 30 സെക്കൻഡ് നിങ്ങൾ മാറ്റിവെക്കുക. അവിടെ നിങ്ങൾ കണ്ണടച്ച് ഹൃദയത്തിൽ പറയുക, ഇപ്പോൾ ഞാൻ സർവാധിപനായ അള്ളാഹുവിൻ്റെ മുന്നിൽ നിൽക്കുന്നു എന്ന്. ഈ ഒരു 30 സെക്കൻഡ് നിങ്ങളുടെ നമസ്കാരത്തിൻ്റെ ഗതി തന്നെ മാറ്റും. അതുപോലെ തക്ബീറിന് ഒരുപാട് ശക്തിയുണ്ട്. അല്ലാഹു അക്ബർ എന്ന് നിങ്ങൾ നമസ്കാരത്തിൽ പറയുമ്പോൾ ലോകത്തെ മുഴുവനും പിന്നിൽ തള്ളുന്ന ഒരു നിമിഷമാണ് അത്. ആ ഒരു നിമിഷം നിന്റെ ഹൃദയം ആ ഒരു വാചകത്തിൻ്റെ അർത്ഥം അത് മനസ്സിലാക്കും. അതുപോലെ റുക്കുവിൽ നിനക്ക് ലഭിക്കുന്ന സമാധാനം, പുറത്തുള്ള ശബ്ദങ്ങൾ നീ കേൾക്കാതിരിക്കുക. അവിടെ തന്നെ നിന്റെ ശരീരവും മനസ്സും നിറയുന്ന സമാധാനം നിനക്ക് അനുഭവിക്കാൻ കഴിയും. ഈ ഒരു നിമിഷം നീ ആസ്വദിക്കാൻ തുടങ്ങുമ്പോൾ നമസ്കാരം എന്നത് വെറുമൊരു കടമയല്ല, അതൊരു ആശ്രയമാണെന്ന് നിനക്ക് മനസ്സിലാകും. കൂടാതെ ഓരോ സുജൂദിനും ഒരുപാട് മഹത്വമുണ്ട്. ലൈഫിനെ മുഴുവനായി മാറ്റാൻ കഴിയുന്ന ഒരു അവസ്ഥയാണ് സുജൂദ്. ചിലപ്പോൾ പലരും മറ്റാർക്കു മുന്നിലും തലകുനിക്കാത്തവരായിരിക്കും, പക്ഷെ അള്ളാഹുവിൻ്റെ മുന്നിൽ അവൻ തലവെച്ചുകൊണ്ട് പറയുന്നു, എനിക്ക് നിന്നിലല്ലാതെ ഒരിടത്തും ആശ്രയമില്ല എന്ന്. സുജൂദിൽ നിങ്ങൾ കുറച്ച് നിമിഷം ദൈർഘ്യം കൂട്ടുക. നിങ്ങൾ മനസ്സിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുക, എന്നെ നീ മാറ്റണമേ, എൻ്റെ ഹൃദയം ശാന്തമാക്കണമേ, എനിക്ക് നിന്നോട് കൂടുതൽ അടുക്കണമേ എന്ന്. തീർച്ചയായും സുജൂദ് അത് ആസ്വദിക്കുന്നവർക്ക് അവർ പറയും, എനിക്ക് സജ്ജതയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ആശ്വാസം എന്ന്. നമസ്കാരം അത് ആസ്വദിക്കുന്നവരുടെ അല്ലെങ്കിൽ അനുഭവിക്കുന്നവരുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും. അവരുടെ മനസ്സ് ശാന്തമാകും, വാക്കുകൾ നന്നാകും, ക്ഷമ വളരും, മറ്റുള്ളവരോടുള്ള അസൂയ, വെറുപ്പ് ഇവ കുറയും. ലൈഫിലെ കലഹങ്ങൾ, സ്ട്രെസ് ഇവ ഒഴിവാകും. ആത്മവിശ്വാസം വർദ്ധിക്കും, ആശങ്കകൾ കുറയും. ഇതിനെല്ലാം കാരണം എന്താണ്? അള്ളാഹുവാണ് നിന്റെ ഹൃദയത്തിലേക്ക് സമാധാനം ഒഴുക്കുന്നത്. ഫ്രണ്ട്സ്, നിങ്ങൾ ഒരിക്കലും നമസ്കാരം ഒഴിവാക്കരുത്. നമസ്കാരത്തെ വെറുമൊരു പ്രവൃത്തിയായി അല്ലെങ്കിൽ വെറുമൊരു ബാധ്യതയായി കാണുന്ന നിന്റെ ആ ഒരു മനോഭാവം അത് മാറ്റുക. ഇന്നു മുതൽ തന്നെ നിങ്ങൾ നമസ്കാരം ശരിയായ രീതിയിൽ നമസ്കരിച്ച് തുടങ്ങുക. സ്ലോ ആയി മനസ്സിൽ നിന്ന് ആത്മാർത്ഥതയോടെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ നമസ്കാരം ആസ്വദിച്ച് ചെയ്യാൻ വേണ്ടി സമയമെടുത്ത് നിങ്ങൾ ശ്രമിക്കുക. നിന്റെ ലൈഫിനെ തന്നെ മാറ്റാൻ വേണ്ടി സാധിക്കുന്ന ഒരു താക്കോലാണത്. അത് നിന്റെ സ്വന്തം കയ്യിലാണ്. അത് നമ്മൾ ആസ്വദിച്ച് ചെയ്യുന്ന നമസ്കാരമാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.